ഹാഷിർ, അലൻ, അജിൻ, വിനായക്. വാഴ 2 എന്ന സിനിമ കണ്ടവർക്കറിയാം, ഈ 4 പേരും പല വേരിയേഷൻസിലുള്ള അവരുടെ ആക്ടിങ് പൊട്ടൻഷ്യൽ പുറത്തു കാണിക്കാനുള്ള ചാൻസും അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹാഷിർ എന്ന ആക്ടർ മാത്രം ഒരു സ്റ്റാറായി മാറുകയും ബാക്കിയുള്ള 3 പേർക്കും നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. ആ ഒരു വീഡിയോ ഇതാണ്. വാഴ 2-ലെ ഇവരുടെ ക്യാരക്ടറും കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണ് വാട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഫ്യൂച്ചർ സിനിമ ഇനി എന്താകും നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ പേരെങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ പോകും എന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ഫസ്റ്റ് വിനായക്. ഹാഷിർ ആൻഡ് ഗ്യാങ്ങിന്റെ കൂട്ടത്തിൽ ആ 4 പേരുടെ ഗ്യാങ്ങിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ആക്ടിങ് ഒരു ശൈലിയുണ്ട്, ഒരു പ്രത്യേക ഒരു രീതിയാണ്. ഇവർ എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ പോലെ അവരുടെ ഒരു ടോണുണ്ട്. ഈ ഒരു ടോണാണ് അല്ലെങ്കിൽ ഈ സിഗ്നേച്ചറാണ് പലപ്പോഴും സിനിമയിലേക്ക് വരുന്ന സമയത്ത് പല സോഷ്യൽ മീഡിയയും ഡയറക്റ്റ് സിനിമയിലേക്ക് വരുന്ന എല്ലാ തുടക്കക്കാർക്കും വരുന്നൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എടുത്തു പറയുന്നത് അവർ റീൽ ചെയ്ത പോലെ തന്നെയാണ് അതിൽ ചെയ്ത് എന്നുള്ളൊരു ഡയലോഗിലൂടെ ആ ഒരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ വാഴ 2 എന്ന സിനിമയ്ക്കകത്ത് ഈ 4 പേർക്കുള്ള ഒരു യുണീക്ക് സ്റ്റൈല് എവിടെയാണോ അത് വർക്ക് ചെയ്യേണ്ടത് അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവരുടെ 4 പേരുടെയും ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. വിനായകിലേക്ക് വരുന്ന സമയത്ത് കൂട്ടത്തിൽ തണ്ടും തടിയുള്ളൊരു ടൈപ്പ് ഉണ്ടാവും. ഈ നമ്മൾ ക്ലാസ്സിലൊക്കെ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തുണ്ടാവും മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഇവനെ കാണുമ്പോൾ പേടിയുണ്ടാവും. പക്ഷേ അതിന് മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് ഈ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ പിടിച്ചു മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വിനായകിന്റെ ഒരു ഇൻട്രോയിൽ തന്നെ വിനായകിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇൻട്രോയിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ആദ്യം അടിക്കാൻ പോകുന്നത് വിനായകാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമെങ്കിൽ പോലും അടി നടക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും വിനായക് പിടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. തുടക്കത്തിൽ ഒരു ഫൺ രീതിയിൽ സട്ടിലായിട്ട് ഇങ്ങനെ അവിടെ തലോടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും ക്യാരക്ടർ ആർക്ക് എന്നുള്ളത് പ്രോപ്പറാണ്. പല തരം ഇമോഷൻസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പയ്യെ ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഓരോ സ്ട്രഗിൾ വരുന്നതനുസരിച്ച് മാറി കറക്റ്റായിട്ട് ഫേസിൽ നിൽക്കുന്ന രീതിയിൽ ഒപ്പം ആ ഒരു ഹ്യൂമർ ആ ഒരു സൈഡും കൂടി അതിന്റെ ഒപ്പം തന്നെ ബ്ലെൻഡായി വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് വിനായക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇത്രത്തോളം ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഹൈൻഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് വിനായക് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഉള്ളിലുള്ള ടാലന്റ് അവിടെ കറക്റ്റായിട്ട് പ്രൂവൺ ആയിട്ടുണ്ട്. എവിടെയൊക്കെ ഓവർ ആവണം അവിടെയൊക്കെ നല്ല ഓവറായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ സട്ടിലായിട്ട് ആ ഒരു ക്യാരക്ടർ പോകണം അവിടെയൊക്കെ സട്ടിലായിട്ട് തന്നെ ആ ഒരു പുറത്ത് വരുന്നുണ്ട്. വിനായക് തുടക്ക സിനിമയിൽ തന്നെ ഇത്ര നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഗ്രാഫി ഏതൊക്കെ രീതിയിൽ പോകണം അതെല്ലാം അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് മീറ്ററിൽ തന്നെയാണ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് വിനായകിന്റെ. നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് ഒരു സ്റ്റാർഡം എന്ന് പറയുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ഇതുപോലെ ജെൻസി ആക്ടേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഒരു നല്ല ആക്ടറിന് വേണ്ട ഒരു ടാലന്റ് പല രീതിയിലുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള റോളുകൾ എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കപ്പാസിറ്റി വിനായക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് വളരുക എന്ന് പറയുന്നതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ആള് അലൻ. നമ്മൾ വിനായകിനെ കുറിച്ച് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ റീലിലൊക്കെ അലന്റെ ക്യാരക്ടർ കാണുന്ന സമയത്ത് നമുക്കറിയാം അലൻ എന്ന് പറയുന്നത് കുറച്ച് ലൗഡ് ക്യാരക്ടറാണ്. ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ് അലന്റെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ, അതായത് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുക, മറ്റുള്ളവനെ കൊണ്ട് കുഴിച്ചടിക്കുക, അല്ലെങ്കിൽ അവനെ കളിയാക്കുക, അല്ലെങ്കിൽ ഊക്കാൻ ഫ്രണ്ടിൽ നിൽക്കുക, ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ലൗഡ് ക്യാരക്ടറാണ് അലൻ വാഴ 2 എന്ന സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്താണ് അലൻ്റെ ഗ്രാഫ് കുറച്ചും കൂടി ഇമോഷണൽ ഒരു ഇതിലേക്ക് മാറി വരുന്നത്. ഈ എനർജറ്റിക് ആയിട്ട് ലൗഡായിട്ട് കാണിച്ചു കൂട്ടുന്ന ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാൾക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് അല്ലെങ്കിൽ സട്ടിലായിപ്പോ എല്ലാത്തിനും ഫ്രണ്ടിൽ നിന്ന് അടി ഉണ്ടാക്കും ഇടിയൊക്കെ ഉണ്ടാകും, ഭയങ്കര നമ്മൾ ഊക്കാനൊക്കെ ഫ്രണ്ടിക്കും. പക്ഷേ പെട്ടെന്ന് സൈലന്റ് ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സട്ടിലായിട്ട് മാറിപ്പോകുന്ന ടൈപ്പ് ആൾക്കാർ ഇവരാണ്. ആ ഒരു രീതിയിലാണ് വാഴ 2-ൽ അലന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ കിടന്ന് ചാടിയിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് പിടിച്ചു കൊണ്ടിടുന്ന പോലത്തെ ഒരു ടൈപ്പ് ആ ഒരു സട്ടിൽനെസ് ആ ഒരു ലൗഡായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പുറത്തു വരുന്നില്ല. അത്രയ്ക്ക് സൈലന്റ് ആയിട്ടാണ് ആ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പോലും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു ക്യാരക്ടർ എങ്ങനെ തുടങ്ങി എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന അലന്റെ ക്യാരക്ടറിലാണ്. അലൻ എന്ന് പറയുന്ന ആക്ടർ പക്കയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അലൻ ഒരു സ്റ്റാർ എന്ന രീതിയിലേക്ക് മാറി വരാനുള്ള ഒരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ സിനിമ ഹോൾഡ് ചെയ്ത് അതിനകത്തൊരു സ്റ്റാർ മെറ്റീരിയലിന് വേണ്ട ഒരു എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ഓറ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അലൻ എന്ന് പറയുന്ന ഒരു ആക്ടറിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക്
ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ, ഫൈറ്റ്, റൊമാൻസ് അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലുള്ള മാസ് മസാല ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇതും അലനിലുണ്ട് എന്നുള്ളത് അലൻ ഈ ഒരു സിനിമയുടെ അകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺഫിഡൻസ് അലൻ്റെ മുഖത്ത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതിപ്പോൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും സ്റ്റാർഡത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അലൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. മൂന്നാമത്തെ ആള് അജിൻ. ഈ അൾട്രാ ഇൻട്രോവർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ റീൽസിലേക്ക് കാണുന്ന സമയത്ത്. എന്നാൽ വാഴ 2 വരുന്ന സമയത്ത് നേരെ തിരിച്ചാണ്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് കിടക്കാം. അതായത് ഒരുപാട് മിണ്ടത്തൊന്നുമില്ല. ഓൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം നല്ല രീതിയിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺ ആവുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. പുറമേ കാണുമ്പോൾ ഭയങ്കര സൈലന്റും ടഫും ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ തന്നെ എന്തോ ടെററാണ് എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ നമ്മളെ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഗ്യാങ്ങിൽ. ഈ അനിയനായിട്ടുള്ള ക്യാരക്ടറിന് അധികം സ്ട്രഗിൾസ് ഹോൾഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മച്ചാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ട്രഗിളിലൂടെ പോകാത്തത് കൊണ്ട് തന്നെ മുഖത്ത് സ്ട്രഗിൾസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. മച്ചാന് കൂളാണ്. ചേട്ടനുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടായിരിക്കും ആ ഒരു പ്രഷർ മൊത്തത്തിൽ വരുന്നത്. അനിയനായതുകൊണ്ട് തന്നെ പ്രിവിലേജ് എന്തായാലും അനിയനുണ്ടായിരിക്കും. ആ ഒരു പ്രിവിലേജ് ആണ് അജിൻ്റെ ക്യാരക്ടറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് പ്രത്യേക എക്സ്പ്രഷൻ ഒന്നുമില്ല, നോ മൈൻഡാണ്, എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഒരു മൂഡ് പിടിച്ചങ്ങ് പോകുക എന്ന് പറയുന്ന ഒരു തല്ലിപ്പൊളി ക്യാരക്ടറായിട്ടാണ് അജിനെ കൊടുത്തിരിക്കുന്നത്. അജിന്റെ ക്യാരക്ടർ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ആ ഒരു ചേട്ടൻ്റെ അടുത്തുള്ള ആ ഒരു കോൺവെർസേഷൻ, ലാസ്റ്റത്തെ ആ ഒരു മെസ്സേജിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ മാത്രമാണ് ആ ഒരു അപ്പിലാണ് ഈ ഒരു ക്യാരക്ടർ. എന്നിട്ടും ആ ക്യാരക്ടർ വിട്ടുപോകാതെ കരഞ്ഞ് മെഴുകി അല്ലെങ്കിൽ അലറി വിളിച്ച് ഇമോഷനായിട്ട് ബ്രദറിനോടുള്ള ബോണ്ട് കാണിച്ച് അത്രത്തോളം എക്സ്പ്രസ് ചെയ്യാത്ത ടൈപ്പ് ആ മീറ്ററിൽ കൂടെ തന്നെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാതെയാണ് അജിൻ പെർഫോം ചെയ്തിരിക്കുന്നത്. അജിന്റെ റീലുകൾ കണ്ടറിയാം. അതിനകത്ത് ഒരുപാട് എക്സ്പ്രഷൻസിലൂടെയാണ് അജിൻ, അതായത് സൈലന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെയാണ് ഹ്യൂമർ ആയാലും എന്തും വർക്കൗട്ട് ചെയ്യുന്നത്. വാഴ 2 ഈ ഒരു സിനിമയിലത്തെ ക്യാരക്ടറിന് ഫേസ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് വെച്ചുകൊണ്ട് ഒട്ടും എക്സ്പ്രസീവ് അല്ലാതെ നോ മൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാനുള്ള, അതായത് റീലിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അജിന് കൊടുത്തു. ഒരു ബ്രദർ ഉള്ള ഒരു അനിയന് ആ ഒരു ക്യാരക്ടറിനെ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അജിൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ദൃശ്യം 3 വരുണിന്റെ അനിയനായിട്ടോ അല്ലെങ്കിൽ ബ്രദറായിട്ടോ ഒക്കെ വരും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു ട്വിസ്റ്റൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഹൈ പൊട്ടൻഷ്യലുള്ള ഇനി ഫ്യൂച്ചറിൽ നല്ല നല്ല ക്യാരക്ടേഴ്സുകൾ നമ്മൾ ഇനി ഉടനെ കാണാൻ പോകുന്ന, അതല്ല ഈ ദൃശ്യത്തിൽ ഇങ്ങനത്തെ കമ്പാരിസൺ ഒന്നും വരില്ലല്ലോ, എന്തായാലും ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന ഒരു ആക്ടർ കൂടിയാണ് അജിൻ. ഫൈനലി നമ്മളുടെ കഥാനായകൻ ഹാഷിർ. നമ്മൾ ഓൾറെഡി വാഴ 2 കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ. എന്തായാലും ആ വീഡിയോ അവിടെ കൊടുത്തേക്കാം. ഹാഷിർ എന്ന് പറഞ്ഞ ആക്ടർ ഇനി എന്തായാലും ഒരു സ്റ്റാർ ആയി കഴിഞ്ഞു. അടുത്ത മമ്മൂക്ക, നിതീഷ് സദേവ് സിനിമയിലാണ് ഹാഷിറിന്റെ അടുത്ത സിനിമ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ്, സെക്കൻഡ് സിനിമയിൽ മമ്മൂക്കായിട്ടൊത്ത് ഇത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് ഒരു തുടക്കം കിട്ടി, അല്ലെങ്കിൽ ഇത്രത്തോളം മാസ്മരികമായ ഒരു തുടക്കം കിട്ടിയ ഒരു ഡെബ്യൂ ആക്ടർ എന്തായാലും നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കം തന്നെ ഫിലമെൻ്റ് അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പൊട്ടിപ്പും പൊടിച്ചുകൊണ്ടാണ് മച്ചാനും ടീമും വന്നിരിക്കുന്നത്. ഈ വാഴ 2 എന്ന സിനിമയ്ക്കകത്തൂടെ കിട്ടിക്കുന്ന എല്ലാ ആക്ടേഴ്സും, അതിനകത്ത് കോമഡിയിലൊക്കെ നമ്മൾ കണ്ടു ചിരിച്ച പല ക്യാരക്ടേഴ്സിനെയും ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയായാലും ഇതിലവരുടെ ബ്രദറായിട്ടും സിസ്റ്ററായിട്ടും പിന്നെ അല്ലാതെ ഫ്രണ്ട്സായിട്ടും പിന്നെ കൊടുത്തിരിക്കുന്ന എല്ലാവരും അവരുടെയൊക്കെ എല്ലാം പെർഫോമൻസിന്റെ പീക്കായിരുന്നു ഇതിനകത്ത് കണ്ടത്. സ്പോയിലർ ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ആരെയും കാണാനുണ്ടെങ്കിൽ എന്തായാലും OTT-ലാണ് നിങ്ങൾ പോയി കണ്ടുപോകുക. ആഷിർ എന്ന സ്റ്റാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ആഷിറിന്റെ ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്കകത്ത് ആഷിർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇതുവരെ നമ്മൾ ചിരിച്ച ഒരു ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ ആ ഒരു ആക്ടർ അല്ല എന്നുള്ളത് സെക്കൻഡ് ഹാഫിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് ഹാഷിർ കാണിച്ചു തന്നിട്ടുണ്ട്. റീലിൽ ഇവർ ചെയ്യുന്ന ആ ഒരു ആക്ടിങ് മെത്തേഡ് അല്ല, അല്ലെങ്കിൽ ആ ഒരു രീതി അല്ല ഇവർ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അത് തന്നെയാണ് ഹാഷിറിന്റെ മെയിൻ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. ഹാഷിർ റീലിൽ കാണുന്ന ഹാഷിർ അല്ല ബിഗ് സ്ക്രീനിൽ കാണുന്നത്. ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ആക്ടിങ് അല്ല, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, എത്ര ലൗഡായിട്ട് കരയണം, എത്ര സട്ടിലായിട്ട് കരയണം എന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കി ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി വാഴ 2 എന്ന് പറയുന്ന സവിൻ എന്ന് പറയുന്ന ഡയറക്ടർ നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം ഇവർക്ക് ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവരെ ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തതിൽ എന്തായാലും ഇവർക്ക് പങ്കുണ്ട്. ഇവരിനി എങ്ങനെയായിരിക്കും മുമ്പോട്ട് ഇവരുടെ ഓരോ സിനിമകൾ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവരെടുക്കുന്ന ക്യാരക്ടേഴ്സുകൾ
ഇവർ ഏത് രീതിയിൽ പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു സ്റ്റാറായിട്ട് പോകണമോ അതോ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് പോകണമോ എന്നുള്ളത് ഇവർ 3 പേരും ഏതൊക്കെ സെലക്ട് ചെയ്ത് പോകും എന്നുള്ള ഡിപ്പെൻഡഡ് ആണ് ഇവരുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് അതെല്ലാം കാത്തിരുന്ന് കാണാം. ഇതിൽ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനിലൂടെ കിട്ടിയ കാര്യമാണ്. നിങ്ങൾക്കിത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം. ഇനി ഇവരെ എല്ലാം കറക്റ്റായിട്ട് നമ്മളെ ഇൻഡസ്ട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ സേഫ് ആയിരിക്കും. സ്റ്റാറും ഉണ്ട്, നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സുകളും ചെയ്യാനുള്ള പവറുള്ള ആക്ടേഴ്സും ഉണ്ട്. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.